ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടപ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അടപ്രഥമൻ എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഏകദേശം 1.5 കപ്പ് ശർക്കര ഉരുക്കിയതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം മൈദയുടെ അടയാണ് കേട്ടോ. അത് നന്നായിട്ട് കുക്കറിൽ ഒന്ന് ഒരു വിസിലടിച്ച് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം. പച്ചവെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇനി ശർക്കരയും അടയും കൂടി നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ ശർക്കരയും അടയും കൂടി ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സായി കഴിയുന്ന സമയത്ത് നമുക്ക് സാബുനരി കുറച്ച് നെയ്യിൽ വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെന്ത് വന്ന സാബുനരി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണേ. സാബുനരി ചേർക്കുന്നത് നമ്മുടെ പായസത്തിന് തിക്നെസ് കൂട്ടാൻ നല്ലതാണ് കേട്ടോ. അപ്പം എല്ലാവരും സാബുനരി മസ്റ്റായിട്ട് ചേർക്കാൻ ശ്രമിക്കുക. സാബുനരി ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ. ഞാനിപ്പോൾ സാബുനരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. എപ്പോഴും സാബുനരി ചേർക്കാൻ എല്ലാവരും ശ്രമിക്കുക. സാബുനരി ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അരിപ്പൊടി ഒന്നോ രണ്ടോ സ്പൂൺ അരിപ്പൊടി വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം അതൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ, 2 തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 തേങ്ങാപ്പാൽ ഏകദേശം 1.5 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ 2 തേങ്ങാപ്പാലൊന്ന് ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് 1 തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ 1 തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. 1 തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മുടെ പായസം തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പായസം ഇളക്കി കൊടുക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് 1 തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇരുന്ന് തണുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകി വരും കേട്ടോ. ഈ സമയത്തുണ്ട് നമുക്ക് കുറച്ച് കിസ്മിസും കാഷ്യൂസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഇതിനി നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. തണുക്കുമ്പോഴത്തേക്ക് ഇത് ഒന്നുകൂടി ഒന്ന് കുറുകി വരും. നമ്മുടെ സദ്യക്കൊക്കെ തയ്യാറാക്കുന്ന അതേ ടേസ്റ്റിൽ പായസം നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. പായസം ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ?